നമസ്കാരം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്, ഈ കഴിഞ്ഞ ദിവസം ഞാൻ വെളിപാട് പുസ്തകത്തെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ വെളിപാട് പുസ്തകത്തെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട ചില പദങ്ങളുണ്ട്. ആ പദങ്ങൾ നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ ഈ വെളിപാട് പുസ്തകത്തെ നമുക്ക് പഠിക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടില്ലാതിരിക്കും. ആ വെളിപാട് പുസ്തകം എന്ന് പറയുന്നത് വെളിപാട് പുസ്തകം മാത്രമല്ല, നമ്മുടെ ബൈബിൾ, പുതിയ നിയമം എന്ന് പറയുന്നത് യഹൂദനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, യഹൂദനോട് പറയുന്ന കാര്യങ്ങൾ, യഹൂദ കമ്മ്യൂണിറ്റിയിലുള്ള കാര്യങ്ങളാണ്. അപ്പം അതിന് ചില ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അപ്പം യഹൂദനെ സംബന്ധിച്ച, യഹൂദന് ഒരു പദം പറയുമ്പോൾ യഹൂദൻ എന്താണ് അതൊന്ന് മനസ്സിലാക്കുന്നത് എന്ന് നമ്മൾ ആദ്യം ഇത് പഠിച്ചിരിക്കണം. അങ്ങനെ പ്രധാനപ്പെട്ട മൂന്ന് പദങ്ങളാണ് നമ്മൾ കാണുന്നത്. ലോകം, അതുപോലെ ലോകാവസാനം, ഇനി വേറൊരു പദമാണ് ആകാശവും ഭൂമിയും. അപ്പം ഈ പദങ്ങൾ യഥാർത്ഥത്തിൽ യഹൂദൻ, അതായത് ഈ ബൈബിൾ എഴുതുന്ന കാലഘട്ടത്തിൽ എന്താണ് അവർ ഇത് കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നത് എന്ന് നമ്മൾ പഠിച്ചിരിക്കണം. എന്നാൽ മാത്രമാണ് ഈ പുസ്തകം എടുത്തു വെച്ചേച്ച് കാണിക്കുന്ന മണ്ടത്തരങ്ങളെ പറ്റി നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതിൽ നമുക്ക് ഒന്നാമത്തെ പദമാണ് ലോകം. ലോകം എന്ന് പറയുമ്പോൾ യഹൂദൻ എപ്പോഴും ലോകം എന്ന പദത്തിലൂടെ മനസ്സിലാക്കുന്നതും അവൻ കൺവേ ചെയ്യുന്നതും ആ യഹൂദ സമൂഹം എന്നാണ്. അതായത് ആ യഹൂദനെ സംബന്ധിച്ചിട്ടുള്ള അവർ നിൽക്കുന്ന ആ പ്രദേശവും അവൻ്റെ ആ ചുറ്റളവിലുള്ള പ്രദേശങ്ങളെ പറ്റിയും അവൻ്റെ ആ സമൂഹത്തെ പറ്റിയും ആണ് ഈ ലോകം എന്നതുകൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിന് ബൈബിളിൽ പല വാക്യങ്ങളുണ്ട്. അപ്പം ഞാനത് പ്രധാനമായിട്ട് നിങ്ങളെ ക്ഷണിക്കുന്നത്, നമ്മുടെ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, യേശുവിനെ പരീക്ഷകൻ ഒരു മലയുടെ മുകളിൽ കൊണ്ടു നിർത്തി പറയുന്നുണ്ട്, ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളെയും അവനെ കാണിച്ചു എന്ന് പറയുന്നുണ്ട്. കണ്ടു കാണുമോ? അപ്പം നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്ക്, കാണിച്ചു കാണുമോ? കാരണം നമുക്കറിയാം ഈ ഗൾഫ് രാജ്യങ്ങളിലെ മല. അപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക, എത്രയോ വലിയൊരു മലയായിരിക്കും. മനുഷ്യന്റെ കാഴ്ചയ്ക്കും പരിമിതിയുണ്ട്. അതായത് ഒരു പ്രത്യേക ദൂരപരിധിക്ക് അപ്പുറം അവന് കാണാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ള ലോകത്തിലെ സർവ്വരാജ്യങ്ങളെയും കാണിച്ചു എന്നാണ് നമ്മൾ ആ വാക്യത്തിൽ കാണുന്നത്. സോലത്തിലെ സർവ്വരാജ്യങ്ങളെ കാണിച്ചു, നീ എന്നെ എന്ത് ചെയ്ത് മുഴുവൻ നിനക്ക് തരാം എന്ന് പറയുന്നു. അപ്പൊ ലോകം എന്നതുകൊണ്ട് അവൻ ഉദ്ദേശിച്ചത് ആ യഹൂദ ജനത്തിന്റെ ആ ചുറ്റളവിലുള്ള രാജ്യങ്ങളെ, ആ മലമുകളിൽ നിന്ന് കാണാൻ പറ്റുന്ന ആ മുഴുവൻ ഇതിനെയുമാണ് അവിടെ ആ ലോകം എന്ന് പറയുന്നത്. ആ ലോകത്തിലെ രാജ്യങ്ങളെ അവൻ കണ്ടു. അതാണ്. ഇനി ഇതേപോലെ തന്നെ നമ്മൾ ഈ ലോകം എന്ന് പറയുന്നത് ബൈബിളിൽ പല സ്ഥലത്തും കാണുന്നുണ്ട്. അപ്പൊ അതെല്ലാം ആ യഹൂദന്റെ, അവൻ അധിവസിക്കുന്ന ആ സ്ഥലത്തിന് പറയുന്ന പേരാണ് ഈ ലോകം എന്ന് പറയുമ്പോഴെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട് ഈ വിശ്വാസം ലോകം മുഴുവൻ, അത് കൊലാസ്യ ലേഖനത്തിലാണ് അത് വായിക്കുന്നത്. ഈ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. അപ്പൊ സർവ്വലോകത്തിലും സുവിശേഷം എത്തിയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ സർവ്വലോകത്തിലും പൗലോസ്ലീഗയാണ് പറയുന്നത്. അപ്പം പൗലോസ്ലീഗ കള്ളം പറഞ്ഞതെന്നൊക്കെ ഞാൻ ചോദിക്കും. അപ്പം സർവ്വലോകത്തിലും എത്തി എന്ന് ബൈബിളിനകത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ ഈ സുവിശേഷം? ഏത് സുവിശേഷം? കർത്താവിന്റെ ശിഷ്യന്മാരെ അറിയിച്ച സുവിശേഷത്തിന്റെ കാര്യമായി പറയുന്നത്. സർവ്വലോകത്തിലും എത്തി എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സർവ്വലോകമാണോ? ഈ ലോകം എന്ന് പറയുമ്പോൾ സാധാരണ ഒരു മനുഷ്യന് തോന്നുന്ന ലോകമാണോ? നമ്മളത് മനസ്സിലാക്കണം. അപ്പം
ലോകം എന്ന് പറയുന്നത് യഹൂദനും അവന്റെ ആ രാജ്യവും അവനോട് ചേർന്ന് കിടക്കുന്ന അതിനെ അവൻ യഥാർത്ഥത്തിൽ ലോകമെന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഈ 198 രാജ്യങ്ങളുള്ള ഈ ഭൂമി മൊത്തം ഉള്ളല്ലോ, ഇതിനെ ചേർത്തിട്ടല്ല അവൻ ലോകം എന്ന് പറയുന്നത്. അപ്പം ബൈബിളിൽ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദന്റെ ആ ടെറിട്ടറിയും അവനോട് ചേർന്ന് നിൽക്കുന്ന അവനറിയുന്ന പ്രദേശങ്ങൾ മാത്രമാണ് ഈ ലോകത്തിൽ ബൈബിളിനകത്തൊരു ലോകം പറയുന്നെങ്കിൽ ആ ഈ ലോകത്തിന്റെ വിസ്താരം അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മളിന്ന് കാണുന്നത് പോലുള്ള കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പുതിയ നിയമത്തിൽ ലോകം, അതിനകത്ത് ഈ വെളിപാട് പുസ്തകത്തിൽ ലോകം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ വെളിപാട് പുസ്തകം യഹൂദൻ എഴുതിയതാണ്. യഹൂദൻ എഴുതപ്പെട്ട പുസ്തകമാണ്. അപ്പൊ ആ യഹൂദന്റെ ലോകം എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറയുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ഇത്ര വ്യാപകമായ വിശാലമായ 198 രാജ്യങ്ങളുള്ള ലോകത്തെ പറ്റിയല്ല അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇനി രണ്ടാമത്തെ ഒരു പദമാണ് ഈ ലോകാവസാനം, എൻഡ് ഓഫ് ദ ഏജ് ആണ്. ബൈബിളിൽ പറയുന്നത് യുഗാവസാനം എന്നുള്ള അർത്ഥത്തിലാണ് പലപ്പോഴും ഈ ലോകാവസാനം എന്ന് മലയാളത്തിൽ തർജ്ജമ ചെയ്ത് വെച്ചേക്കുന്നതിന്റെ നമ്മൾ ഇംഗ്ലീഷിലേക്ക് പോവുകയാണെങ്കിൽ എൻഡ് ഓഫ് ദ ഏജ് എന്നാണ്. അതായത് യുഗ അവസാനം എന്നാണ്, അല്ലാതെ ലോകാവസാനം എന്നല്ല. കാരണം അതിന് നമ്മളിതിന്റെ ഗ്രീക്ക് പദത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ കോസ്മോ എന്ന് പറയുന്നതാണ് ലോകം, വേൾഡ് എന്നുള്ള അതിന് ഉപയോഗിക്കുന്ന പദമാണ് കോസ്മോ. അതേപോലെ ഈ യുഗത്തിന് പറയുന്നത് അയനോൻ എന്നാ പറയുന്നത്. അപ്പം എൻഡ് ഓഫ് ദ ഏജും ഉണ്ട്, എൻഡ് ഓഫ് ദ വേൾഡും ഉണ്ട്. അപ്പോൾ ക്രിസ്തുവിന്റെ അടുത്ത് ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട് ഈ സംഭവങ്ങളുടെയും യുഗാവസാനത്തിന്റെയും അടയാളം എന്താണ് എന്നാണ് ക്രിസ്തുവിനോട് ചോദിക്കുന്നത്. അപ്പം ക്രിസ്തു പറയുന്നുണ്ട് ഈ യുഗാവസാനത്തിന് ഇതിനെപ്പറ്റി എനിക്കറിയില്ല, പിതാവിനല്ലാതെ ആർക്കും അറിയത്തില്ല എന്ന് പറയുന്നത്. അപ്പം ഈ യുഗാവസാനത്തെ പറ്റി പറഞ്ഞിരിക്കുന്ന, അതായത് യുഗാവസാനം എന്ന് ഉദ്ദേശിക്കുന്നത്, ബൈബിൾ ഉദ്ദേശിക്കുന്നത് ന്യായപ്രമാണ യുഗം അവസാനിക്കുന്നതിനെ പറ്റിയാണ് ഈ യുഗാവസാനം എന്ന് പറയുന്നത്. അത് ഈ ലോകാവസാനം എന്നാണ് നമ്മുടെ മലയാളം സത്യവേദ പുസ്തകത്തിൽ അത് തർജ്ജമ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന പ്രൊട്ടസ്റ്റന്റ് പെന്തിക്കോസ് സമൂഹം ഈ യുഗാവസാനത്തെ ലോകാവസാനമായി വ്യാഖ്യാനിച്ച് അവരവരുടെ ദൈവശാസ്ത്രം അതിൽ നിന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതായത് പലപ്പോഴും നമ്മുടെ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ലോകാവസാനം എന്ന് സത്യവേദ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് യുഗാവസാനത്തെ പറ്റി പറയുന്ന കാര്യങ്ങളെയാണ്. അപ്പൊ നിങ്ങൾ ഈ ലോകാവസാനം എന്ന് നിങ്ങൾ ബൈബിളിൽ കാണുമ്പോൾ നിങ്ങൾ ഒന്നുകിൽ ഇംഗ്ലീഷിലേക്ക് പോവുക, ഇല്ലെങ്കിൽ നിങ്ങൾ നേരെ ട്രാൻസ്ലേറ്റർ എടുത്തേച്ച് നമ്മുടെ ഗ്രീക്ക് ബൈബിളിൽ കിട്ടും. അപ്പൊ അവിടെ ചെന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും പദം, എൻഡ് ഓഫ് ദ ഏജ്, ആ യുഗാവസാനം. അപ്പൊ നമ്മൾ ഇത് ഇനി നിങ്ങൾക്ക് ഇത് രണ്ടും അതങ്ങനെ യുഗാവസാനവും ലോകാവസാനവും അല്ലെങ്കിൽ ഇങ്ങനെ ഇത് ചുമ്മാതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഈ രണ്ട് വാക്കും, അതായത് ഈ കോസ്മോനും അയോണിയോനും, ഇത് രണ്ടും ഉപയോഗിച്ചേക്കുന്ന ഒരു വാക്യമുണ്ട്. അതേതാണെന്ന് ചോദിച്ചാൽ എബ്രായ ലേഖനം 9 അധ്യായം 26 വാക്യത്തിലാണ് ഈ രണ്ട് പദങ്ങളും അവിടെ ഉപയോഗിച്ചേക്കുന്നത്. എന്നിട്ട് ഈ രണ്ട് പദങ്ങളുടെയും അർത്ഥം പറയുന്നുണ്ട്. അപ്പൊ അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ സത്യവേദ പുസ്തകത്തിൽ മാത്രം ഇത് ലോകാരംഭവും ലോകാവസാനവും എഴുതി വെച്ചേക്കാണ്. ലോകാവസാനത്തിലാണ് ക്രിസ്തു കുരിശിൽ മരിക്കുന്നതെങ്കിൽ ക്രിസ്തു ഇനി കുരിശിൽ മരിക്കാൻ കുറച്ച് ഇനിയും നമ്മൾ കാത്തിരിക്കണ്ടേ, വേണ്ടേ? പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് യുഗാവസാനത്തിൽ അവൻ വന്ന് കുരിശിൽ മരിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം നമ്മൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചില വാക്യങ്ങളിൽ ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ പ്രൊട്ടസ്റ്റന്റ് പെന്തിക്കോസ് സമൂഹം, ബ്രദറൻ സമൂഹം ഈ വാക്യങ്ങൾ ഈ ജീവിപ്പിക്കുന്ന ദൈവത്തിലല്ലാതെ ഈ ജീവിപ്പിക്കാൻ കഴിവില്ലാത്ത അക്ഷരത്തിൽ കുഴുങ്ങി കിടക്കുകയാണെന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് ഈ വാക്യത്തിൽ എബ്രായ ലേഖനം 9 അധ്യായം 26 വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് ഈ രണ്ട് പദങ്ങളും, അതായത് ഈ ലോകാവസാനം എന്നും യുഗാവസാനം എന്നും അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്.
രണ്ട് പദങ്ങളും അവിടെ ഉപയോഗിക്കുന്നുണ്ട് ആ ഗ്രീക്ക് ഭാഷയിൽ. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഈ ലോകാവസാനം എന്ന് പറയുമ്പോൾ. ഇനിയാണ് അടുത്ത ഒരു തെറ്റിദ്ധരിക്കപ്പെട്ട വാക്ക് ഇതുള്ളത്, ആകാശവും ഭൂമിയും. എന്താണ് ആകാശവും ഭൂമിയും? യഹൂദനെ സംബന്ധിച്ച് എന്താണ് ആകാശവും ഭൂമിയും? അപ്പൊ നമ്മള് വെളിപാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, ഇനി പുതിയ ആകാശം വരുന്ന 22-ാം അധ്യായത്തിൽ, 21-ാം അധ്യായത്തിൽ കഴിഞ്ഞിട്ട് 22-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് പുതിയ ആകാശവും പുതിയ ഭൂമിയും ഒക്കെ വരുന്നതിനെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ ഇതെടുത്ത് വെച്ച് വ്യാഖ്യാനിച്ചാണ് പറയുന്നത് ഈ ലോകം യേശു വരുന്നു, 1000 വർഷം ഭരിക്കുന്നു, എന്നിട്ട് എല്ലാവരെയും കൊല്ലുന്നു, പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന് പറയുന്നത്. അപ്പൊ പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന് പറയുന്നത് ഈ വെളിപാട് പുസ്തകത്തിന്റെ അകത്ത് മാത്രം കാണുന്ന ഒരു കാര്യമാണോ? അല്ല. വെളിപാട് പുസ്തകം ഇത് പറയുന്നത് പോലെ തന്നെ പഴയ നിയമത്തിൽ ഇത് പറയുന്നുണ്ട്. പഴയ നിയമത്തിലെ ബാബേൽ പ്രവാസത്തിന് ശേഷം തിരിച്ചു വരുന്ന ജനം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65-ാം അധ്യായത്തിലും 66-ാം അധ്യായത്തിലുമാണ് ഈ വാക്ക് കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം അവിടെ പറയുന്നുണ്ട്, ഇതാ ഞാനൊരു പുതിയ ആകാശവും പുതിയ ഭൂമിയും നിങ്ങൾക്ക് തരുന്നു, ഇനി പഴയതിനെ പറ്റി ആരും ഓർക്കയില്ല. അപ്പൊ ഇങ്ങനെയാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന് പറയുന്നത്. ഇന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന, ഇന്ന് ഈ പെന്തിക്കോസുകാർ പറഞ്ഞു വരുത്തുന്നത് പോലെ, അല്ലെങ്കിൽ കരിസ്മാറ്റിക് സമൂഹം പറഞ്ഞു വരുത്തുന്നത് പോലെ ഈ ലോകത്തെ ഇന്നത്തെ ഭൂമിയെ നശിപ്പിച്ചേച്ച് ഉണ്ടാകുന്ന ഒരു പുതിയ ഭൂമിയും പുതിയ ആകാശവുമാണെങ്കിൽ ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65-ാം അധ്യായത്തിൽ പറയുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും, അപ്പം ഇതിനു മുമ്പും ഈ ബാബിലോൺ പ്രവാസത്തിന് ശേഷം ഈ യഹൂദന്മാർ തിരിച്ചു വന്നേച്ച് അവർ പുതിയതായിട്ടൊരു, അവർക്ക് ദൈവം പുതിയൊരു ആകാശവും അന്നത്തെ കർത്താവ് പുതിയ ആകാശവും പുതിയ ഭൂമിയും കൊടുത്തോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്, കൊടുത്തോ? ഇല്ല. അപ്പൊ അവിടെ എന്താണ് പറയുന്നത്? യഹൂദനെ സംബന്ധിച്ച് ഈ ആകാശവും ഭൂമിയും എന്ന് പറയുന്നത് ജെറുസലേമിനെ പറ്റിയും അവന്റെ ദേവാലയത്തെ പറ്റിയാണ്. ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 65-66 അധ്യായങ്ങളിൽ പറയുന്ന പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് പറയുന്നത് ജെറുസലേം ദേവാലയം, അതായത് ബാബിലോൺ പ്രവാസത്തിലൂടെ അവന് ബാബിലോണിയക്കാർ വന്ന് കീഴടക്കുമ്പോൾ അവന്റെ പുസ്തകങ്ങളും, അതായത് ഇന്ന് നമ്മൾ പഴയ നിയമം എന്ന് പറയുന്ന പുസ്തകം, അവന്റെ പുസ്തകങ്ങൾ മുഴുവൻ നശിപ്പിക്കപ്പെട്ടു. ആ പുസ്തകങ്ങൾ മുഴുവനും നശിപ്പിക്കപ്പെട്ടു, അവന്റെ ആലയം നശിപ്പിക്കപ്പെട്ടു. അങ്ങനെ അവനെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് പറയുന്നത് അവനെ സംബന്ധിച്ച് അവന്റെ ദേവാലയവും യഹൂദന്റെ ദേവാലയവും അവന്റെ യെറുസലേമുമാണ്. അതാണ് ബൈബിളിലെ പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് പറയുന്നത്. അല്ലാതെ ഈ പറയുന്നത് പോലെ ഈ ഭൂമിയെ മുഴുവൻ കൊണ്ടുപോയി തീക്കകത്തിട്ട് ചുട്ട് കളഞ്ഞിട്ട് പുതിയ ആകാശവും പുതിയ ഭൂമിയും വരും, നമ്മളെല്ലാവരും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെല്ലാവരോടും അവിടെ പോയി പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ഒക്കെ താമസിക്കും. പക്ഷെ അതിനകത്തും വേറെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അത് കഴിയുമ്പം തന്നെ പറയുന്നുണ്ട് അവിടെ എല്ലാ ദുഷ്ടന്മാരെയും നിയമിച്ചു, പിന്നെ നമ്മൾ മാത്രമേ ഉള്ളൂ അവിടെ. പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയും വരുമ്പോൾ പിന്നെ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അന്നേരം അവിടെ ഉണ്ട്. അതായത് ആ ജീവവൃക്ഷത്തിന്റെ നദിയുടെ കരയിൽ നിൽക്കുന്ന ജീവവൃക്ഷത്തിന്റെ ഇലകൾ ജാതികളുടെ സൗഖ്യത്തിനായിട്ട് ഉപയോഗിക്കുന്നെന്ന് പറയുന്നുണ്ട്. അപ്പം ഈ പറയുന്ന വെളിപാട് പുസ്തകം, ബൈബിളിനകത്ത് വെളിപാട് പുസ്തകം എടുത്തു വെച്ച ശാന്തമായിട്ട് വിശ്വസിക്കുന്ന പെന്തിക്കോസ് ബ്രദറൻകാര് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, അങ്ങനെ ഈ ഭൂമിയിലുള്ള സർവ്വ മനുഷ്യരെയും കൊന്നു, പിശാചിനെയും ബന്ധിച്ചു, എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് അവസാനം പുതിയൊരാകാശവും ക്രിസ്തുവിനോടൊപ്പം ഉള്ളവർക്ക് പുതിയൊരാകാശവും പുതിയൊരു ഭൂമിയും തന്നു കഴിഞ്ഞിട്ട് പിന്നെ ഈ മരത്തിന്റെ നദിയുടെ കരയിക്കുന്ന ഈ വൃക്ഷത്തിന്റെ ഫലം ഇലകൾ ഏത് ജാതിക്കാ സൗഖ്യത്തിന് കൊടുക്കുന്നത്? ചിന്തിച്ചു നോക്കണം. അപ്പം ഈ വെളിപാട് പുസ്തക മണ്ടത്തരങ്ങൾ, പെന്തിക്കോസുകാരന്റെ വെളിപാട് പുസ്തക മണ്ടത്തരങ്ങൾ, അല്ലെങ്കിൽ കരിസ്മാറ്റിക്കുകാരന്റെ വെളിപാട് മണ്ടത്തരങ്ങൾ നിൽക്കുന്നത് ഈ 3 വാക്കിലാണ്. ഒന്ന് ലോകം, ഒന്ന് ലോകാവസാനം, ഒന്ന് പുതിയ ആകാശവും പുതിയ ഭൂമിയും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത് പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് പറയുന്നത് ദേവാലയവും ജെറുസലേമിനെ പറ്റിയാ. അതുകൊണ്ടാണ് പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളുടെ പുതിയ ഇസ്രായേൽ, അതായത് ക്രിസ്തുവിനോട് സഭയെ പറയുന്ന പേരാണ് പുതിയ ഇസ്രായേൽ എന്ന്.
ആ പുതിയ ഇസ്രായേലിനെ പറ്റിയാണ് അവർക്ക് പറ്റിയാണ് പറയുന്നത് ഈ പുതിയ ആകാശം പുതിയ ഭൂമി ഉണ്ടാകുന്നത്. അത് ക്രിസ്തുവിന്റെ സഭയെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ നമ്മളിത് മനസ്സിലാക്കാതെ ഈ പറഞ്ഞിരിക്കുന്ന കള്ളന്മാര് പറയുന്നത് കേട്ടിട്ട് അവർ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ടുന്നത് ഈ 3 പദങ്ങളാണ്. ഒന്ന് ലോകം, ഒന്ന് ലോകാവസാനം, പിന്നെ പുതിയ ആകാശം പുതിയ ഭൂമി. ഈ 3 വാക്കും നിങ്ങൾ യഹൂദന്റെ കണ്ടക്സ്റ്റിൽ മനസ്സിലാക്കിയാൽ ഒരിക്കലും ഈ പറയുന്ന കരിസ്മാറ്റിക് പെന്തക്കോസ്തും മണ്ടത്തരങ്ങളിലേക്ക് നിങ്ങളെ തലയെ വെച്ച് കൊടുത്തേച്ച് നിങ്ങളെ ഈ അടിമത്തത്തിൽ കഴിയില്ല. ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കിയതാണ്. നിങ്ങൾ ക്രിസ്തുവിൽ സ്വതന്ത്രരാണ്. ക്രിസ്തുവിൽ സ്വതന്ത്രരായവർക്ക് ഇനി ശിക്ഷാവിധി ഇല്ല. മനസ്സിലായോ? അപ്പൊ നിങ്ങളെ മാനസിക അടിമകളാക്കാൻ ശ്രമിക്കുന്ന ഈ കരിസ്മാറ്റിക് പെന്തക്കോസ്ത് ഇതിൽ നിന്ന് നിങ്ങൾ പുറത്തു വരണം. നിങ്ങൾ കാര്യങ്ങൾ സത്യങ്ങളെ ഒരു പുസ്തകം പഠിക്കുമ്പോൾ, ഇനി അത് ഏത് പുസ്തകം ആയിക്കോട്ടെ, ബൈബിളല്ല, ഏത് പുസ്തകമായാലും അത് ആരെഴുതി, ആർക്കെഴുതി, എന്തിനെഴുതി, എന്താണ് അതിന്റെ കോണ്ടക്സ്റ്റ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം അത് വായിക്കാൻ. അത് പ്രത്യേകിച്ചും ബൈബിളിനെ പറ്റി ആകുമ്പോൾ ഇത് ആരെഴുതി, ആർക്കെഴുതി, ഏത് ജനസമൂഹത്തെ അഡ്രസ് ചെയ്തു, അവിടെ അവരുപയോഗിച്ചുകൊണ്ടിരുന്ന വാക്കുകളുടെ അർത്ഥങ്ങൾ ആ കാലഘട്ടത്തിൽ എന്തായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എപ്പോഴും ഈ കാര്യങ്ങൾ ബൈബിൾ പഠിക്കാൻ ശ്രമിക്കാൻ. അപ്പോൾ നമ്മൾ വഴി തെറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തപ്പോൾ എല്ലാവരോടെ വന്നേച്ച് പുതിയ ആകാശം പുതിയ ഭൂമിയും വരുന്നുണ്ട്, പുതിയ ആകാശം പുതിയ ഭൂമിയും വന്നോ എന്നൊക്കെ എന്നോട് പലരും ചോദിച്ചു. അതേപോലെ ബൈബിളിനകത്ത് പലയിടത്തും ലോകാവസാനം എന്ന് എഴുതിയേക്കുന്നത് തനിക്ക് കാണാമില്ലേ എന്നൊക്കെ എന്നോട് ചോദിച്ചു. അപ്പം അങ്ങനെയുള്ളവരോട് പറയാണ്, ആദ്യം നിങ്ങൾ ഈ സത്യവേദ പുസ്തകം എന്ന് പറയുന്ന അസത്യവേദ പുസ്തകം, എൻ്റെ ഒരു അറിവിൽ തന്നെ അത് 19 ഇടത്ത് തിരുത്തി വെച്ചേക്കുന്ന പുസ്തകമാണ്. കാരണം അത് ഈ 19 ഇടത്തും യഥാർത്ഥ ഗ്രീക്ക് ബൈബിളിനകത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഇല്ലാത്ത കാര്യങ്ങളായി എഴുതി വെച്ചേക്കുന്നത്. അതിനകത്തില്ലാത്ത അർത്ഥങ്ങളാണ് ഇതിനകത്ത് എഴുതി വെച്ചേക്കുന്നത്. 19 ഇടത്ത് തിരുത്തിയതാണെന്ന് എനിക്ക് തന്നെ ബോധ്യമുണ്ട്. ഞാനത് വഴിയെ ഓരോന്നായിട്ട് എടുത്തു വെച്ചേച്ച് നമുക്ക് അതിനെപ്പറ്റി വിശകലനം ചെയ്യാം. ഇപ്പം പൊതുവിൽ പറയാനുള്ളത്, കോണ്ടക്സ്റ്റ് അറിഞ്ഞിട്ട് വേണം നമ്മൾ വ്യാഖ്യാനിക്കാൻ. അപ്പം ഈ 3 കാര്യം, ലോകം അത് യഹൂദന്റെ ലോകം, ലോകാവസാനം എന്ന് ബൈബിളിൽ കണ്ടിരിക്കുക അത് യുഗാവസാനമാണ്, അത് ന്യായപ്രമാണത്തിന്റെ യുഗാവസാനമാണ്. ന്യായപ്രമാണം അത് യഹൂദനെ സംബന്ധിച്ചിട്ടുള്ളതാണ്. അപ്പം അതേപോലെ പുതിയ ആകാശം പുതിയ ഭൂമി അത് ജെറുസലേമിനെ പറ്റിയും ജെറുസലേം ദേവാലയത്തെ പറ്റിയും പറയുന്നതാണ്. അത് യഹൂദൻ അറിയാം എന്താ പറയുന്നതെന്ന്. അപ്പം വെളിപാട് പുസ്തകം എടുത്തു വെച്ച് വ്യാഖ്യാനിക്കുമ്പം നിങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പം ഞാൻ പറയുന്നത് ശരിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്കിന്ന് നിങ്ങളുടെ കയ്യിൽ ഇതുണ്ട്, വിജ്ഞാനം വിരൽത്തുമ്പില്ല. നിങ്ങൾ അല്പം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. ഇപ്പൊ ഒരു പെന്തിക്കോസുകാരൻ വന്നേച്ച് നിങ്ങളുടെ അടുത്ത് സുവിശേഷം പറഞ്ഞ് ക്രിസ്തു നിങ്ങളെ കൊല്ലാൻ വരുന്നു, നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാവം, നിങ്ങൾ പാപിയാണ്, നിങ്ങളെ പാവത്തിന്റെ ഏതാണ്ട് മാങ്ങാതൊലിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ വരുന്നത്. ഈ പാപിയാണ് എന്താണെന്ന് എനിക്കറിയത്തില്ല. ഈ പാപിയാണെന്നുള്ളതിന്റെ എന്താണ് പാപം, നമ്മൾ എന്താണ് പാവം എന്നൊന്നും എനിക്കറിയത്തില്ല. ഈ ഇവിടെ പെന്തിക്കോസുകാർ പറയുന്നത് ഈ പിന്നെ വല്ലവന്റെ കുളിമുറിയിൽ എത്തി നോക്കുന്നതാണോ പാവം, അതോ പിന്നെ ആരോടെങ്കിലും അത്യാവശ്യം ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് പറയുന്ന കള്ളം അതാണോ പാവം, അതോ ഈ പിന്നെ ആൾക്കാരെ 2 തെറി വിളിക്കുന്നതാണോ പാവം? എന്താണ് പാപം? അപ്പൊ അങ്ങനെ യഥാർത്ഥത്തിൽ നിങ്ങൾ ഇന്ന് കേൾക്കുന്ന സുവിശേഷം, കവലപ്രസംഗത്തിൽ നിങ്ങൾ കേൾക്കുന്ന സുവിശേഷം എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമായ അറിവില്ലായ്മയുടെ സുവിശേഷമാണ്. അപ്പൊ ആ അറിവില്ലായ്മയുടെ സുവിശേഷത്തിന്റെ പെന്തിക്കോസുകാരൻ പറയുന്ന അറിവില്ലായ്മയുടെ 75% വന്നിരിക്കുന്നത് ഈ പഴയ നിയമ ഇസ്രായേലിന് മനസ്സിലായിട്ടുള്ള പല പദങ്ങളും പുതിയ നിയമത്തിൽ വന്നപ്പോൾ നമ്മൾ പിന്നെ ക്രിസ്തുവിലുള്ളവർക്ക് വേണ്ടിയാണ് പുതിയ നിയമം എഴുതിയേക്കുന്നതെന്ന് പറഞ്ഞേച്ച് ആ പുതിയ നിയമത്തിൽ അതിന് വേറൊരു ഭാഷ്യം ചമയ്ക്കുന്നത് കൊണ്ടാണ് നമുക്കിത് ഇങ്ങനെ തോന്നുന്നത്. അതുകൊണ്ട് നമ്മൾ കോണ്ടക്സ്റ്റ് ബൈബിൾ വായിക്കുന്നതിന് മുമ്പ് കോണ്ടക്സ്റ്റ് അറിഞ്ഞിരിക്കണം, പ്രീ ടെക്സ്റ്റ് അറിഞ്ഞിരിക്കണം, ഓഡിയൻസ് റെലവൻസ് നോക്കണം, ഇത് എന്തിനെഴുതി എന്നൂടെ നോക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണം വെളിപാട് പുസ്തകം വ്യാഖ്യാനിക്കാനായാലും ബൈബിളിലെ പുസ്തകങ്ങൾ വ്യാഖ്യാനിക്കാനായാലും. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും തെറ്റത്തില്ല. അതുകൊണ്ട് എന്നോട് ലോകാവസാനം പിന്നെ വെളിപാടിൽ നീ കണ്ടില്ലയോ, പിന്നെ ലോകം എന്നുള്ളത് നീ കണ്ടില്ലയോ, ലോകത്തെ പറ്റി എഴുതിയേക്കുന്നത് നീ കണ്ടില്ലയോ, പിന്നെ പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുന്ന കാര്യം നീ എഴുതിയേക്കുന്നത് നീ കണ്ടില്ലയോ എന്നൊക്കെ ചോദിക്കുന്നവരോട് ഇപ്പൊ തൽക്കാലം ഇത്രേ പറയാനുള്ളൂ. ഈ 3 വാക്കിന്റെ അർത്ഥം ഞാനിപ്പോൾ പറഞ്ഞു, ഇത് മാത്രം ഇപ്പം പറയാനുള്ളൂ. ഇനിയും നിങ്ങൾക്ക് പിന്നെയും വിഷമമാണെങ്കിൽ ഞാനിനി ഇതിന്റെ ബാക്കി പിന്നെയും പറയാം. ഇപ്പൊ തൽക്കാലം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.